ഹലോ മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ മണി മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹാബിറ്റ് മാസ്റ്ററി. സോ എന്താണ് ഈ ഹാബിറ്റ് മാസ്റ്ററി എന്ന് നോക്കാം. സോ അതിനു മുമ്പായിട്ട് ഹാബിറ്റ് മാസ്റ്ററിയുടെ കുറച്ച് ഇൻട്രോസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് നമ്മൾ ബോധപൂർവം എടുക്കുന്ന തീരുമാനങ്ങളാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ദൈനംദിന പ്രവൃത്തികളുടെ 40% നടക്കുന്നത് യാതൊരു ചിന്തയുമില്ലാതെ കാര്യമായ അല്ലെങ്കിൽ കാരണമായ നമ്മുടെ ശീലങ്ങളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാധാരണയായി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഫോൺ എടുക്കുക, റീൽസുകൾ കാണുക. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ. ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പതിഞ്ഞുപോയ ചില പാറ്റേണുകളാണ്. നമ്മുടെ ചെറിയ പ്രായത്തിലൊന്നും ഫോണുകൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കില്ല. എന്നാലും രാവിലെ എണീറ്റിട്ട് നമ്മൾ ചെയ്യുന്ന ദൈനംദിന ചര്യകളുണ്ട്. അതെല്ലാം നമ്മുടെ ബ്രെയിനിൽ പാറ്റേൺ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഈ പാറ്റേൺ ആണ് ഓരോ ദിവസവും നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എന്താണ് ഹാബിറ്റ്, അല്ലെങ്കിൽ എന്താണ് ശീലങ്ങൾ, അല്ലെങ്കിൽ പാറ്റേൺ എന്നാൽ എന്താണ്, ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതവും അതുപോലെ ആ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് എന്താണ് ശീലം, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാബിറ്റ് എന്ന് പറഞ്ഞു തരാം. യഥാർത്ഥത്തിൽ നമ്മുടെ ശീലം എന്ന് പറഞ്ഞത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആവർത്തനത്തിലൂടെ നമ്മുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി മാറ്റിയ പ്രവൃത്തികളെയാണ് നമ്മൾ ശീലം അല്ലെങ്കിൽ ഹാബിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ശീലം നമ്മൾ ചെയ്യുന്നത് ഏതാണ്ട് ചെറിയ പ്രായം മുതലേ നമ്മൾ ചെയ്യുന്ന ഒരു ശീലമാണ്. നമ്മുടെ തലച്ചോറ് എപ്പോഴും ഊർജം അല്ലെങ്കിൽ എനർജി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ആദ്യമായി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന് അല്ലെങ്കിൽ ബ്രെയിനിന് ഒരുപാട് അധ്വാനം വേണം. എന്നാൽ അത് ആവർത്തിക്കുമ്പോൾ തലച്ചോറ് പറയും, ഇനി ആലോചിക്കേണ്ട, അത് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തു കൊള്ളാമെന്ന്. അപ്പൊ തലച്ചോറിന് അല്ലെങ്കിൽ ബ്രെയിനിനെ ഒന്ന് പഠിപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒറ്റ രാത്രി കൊണ്ട് ബ്രെയിനിനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആ കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അത് പഠിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പണ്ട് സൈക്കിൾ ഓടിക്കാനോ വണ്ടി ഓടിക്കാനോ ഒന്നും അറിയത്തില്ല. ഇവൻ നടക്കാൻ പോലും നമുക്ക് അറിയത്തില്ല. നമുക്ക് എഴയാനും അറിയത്തില്ല, ഒന്നിനും അറിയത്തില്ല. എന്നാൽ അത് എത്രയോ പ്രാവശ്യം നമ്മളത് ചെയ്ത് 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 നമ്മുടെ തലച്ചോറിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ടെൻസ്ഡ് ആവും. അതേസമയം അത് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊരു എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോഴും ഫോൺ എടുത്ത് ഉപയോഗിക്കാം. കാരണം നമുക്ക് പിന്നീട് അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വണ്ടി ഓടിക്കുമ്പോൾ നമ്മളല്ല വണ്ടി ഓടിക്കുന്നത്, നമ്മൾ സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ആ വണ്ടിയെ നമുക്ക് ഓട്ടിപ്പിക്കുന്നത്. അതായത് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ആരെയാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനം, അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശീലങ്ങൾ പ്രധാനമാകുന്നത് അല്ലെങ്കിൽ അവ നൽകുന്ന ഒരു കോമ്പൗണ്ട് ഇഫക്റ്റ് കാരണമാണ്. അതായത് നമ്മൾ എല്ലാ ദിവസവും 1% മാത്രം മെച്ചപ്പെടാൻ ശ്രമിച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് പഴയതിനേക്കാളും 37% മെച്ചപ്പെട്ടിരിക്കുന്നതാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പം 1% കൊണ്ട് 37%-ത്തിലോട്ട് നമുക്ക് വളരാനായിട്ട് സാധിക്കുന്ന ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ വിജയികളും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വിജയിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അവർ നല്ലൊരു ഹാബിറ്റ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഹാബിറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതേസമയം പരാജയപ്പെടുന്നവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ലക്ഷ്യങ്ങളില്ല, അല്ലെങ്കിൽ അവർക്ക് നല്ല ശീലങ്ങളില്ല. അപ്പൊ മോശം ശീലങ്ങൾ ഒരു രീതി പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ആ രീതി കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തകർക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നല്ല ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു നിക്ഷേപമാണ്. അത് നമ്മളെ എന്നും വളർത്തിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നമുക്ക് ഹാബിറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹാബിറ്റിന് ലൂപ്പ് ഉണ്ട്.
അതായത് 4 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ക്യൂ. അതായത് ചില ഇൻഡിക്കേഷൻസ്, സൂചനകൾ തരും. അതായത് ഒരു ശീലം തുടങ്ങാനുള്ള സിഗ്നൽസ്. അതായത് നമുക്കറിയാം നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമല്ലേ? ഈ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ക്യൂ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൂചനയായിട്ട് നമ്മൾ പറയുന്നത്. രണ്ടാമതായിട്ട് ആഗ്രഹം അല്ലെങ്കിൽ ക്രേവിങ്. അതായത് ആ സിഗ്നൽ കിട്ടുമ്പോൾ ഉണ്ട് ആഗ്രഹം. അതായത് നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം കാണില്ലേ? അതാരാണ് അയച്ചത് എന്ന് അറിയാനുള്ള ആകാംക്ഷ. അതിനെയാണ് നമ്മൾ ക്രേവിംഗ് ആയിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ പ്രതികരണം അല്ലെങ്കിൽ നമ്മൾ എന്താ റെസ്പോൺസ്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ ആ ഫോൺ അയച്ചത് അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ അയച്ചത് ആരാണ് എന്നുള്ള ഒരു അറിയാനുള്ള ആഗ്രഹം കൂടി. അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോൺ നമ്മൾ കയ്യിൽ എടുക്കുന്നു. ഇതാണ് നമ്മുടെ പ്രവൃത്തിയായിട്ട് പറഞ്ഞത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നമ്മുടെ പ്രതിഫലം അല്ലെങ്കിൽ റിവാർഡ്. അതായത് ആ പ്രവൃത്തിയിൽ കൂടെ കിട്ടുന്ന സന്തോഷം. അതായത് നമുക്ക് ആ ഒരു ഫോൺ റിങ് നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കാണിച്ചു, രണ്ടാമത് ഫോൺ എടുത്തു, അതിനുശേഷം നമ്മുടെ താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതിനകത്ത് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഹാബിറ്റിന്റെ ലൂപ്പ്. അപ്പം 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ ഹാബിറ്റ് ലൂപ്പ്. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഈ 4 പ്രോസസ്സ് കാണും. ഒന്ന് സൂചന കാണും, രണ്ടാമതായിട്ട് ആഗ്രഹം കാണും, മൂന്നാമതായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യും, അത് നാലാമതായിട്ട് നമ്മൾ അതിന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പഴയ ശീലങ്ങൾ മാറ്റാൻ പ്രയാസമായിരിക്കുന്നത് ഈ ഒരു റിവാർഡ് അല്ലെങ്കിൽ ഈ ഒരു സന്തോഷം തലച്ചോറിന് അല്ലെങ്കിൽ ബ്രെയിനിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി കാരണമാണ്. ബ്രെയിൻ ഒരു കാര്യം പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. ബ്രെയിൻ പറയുന്നത് നീ എന്നെ പറ്റിക്കുകയാണ്, നീ എന്നെ പറ്റിക്കുകയാണ്. അതേസമയം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ബ്രെയിൻ മനസ്സിലാക്കും എന്തോ ഒരു കാര്യം വേറെ എന്തോ ചെയ്ത് തുടങ്ങിയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇനി വാശി പിടിച്ചിട്ട് കാര്യമില്ല, അവർ പറയുന്ന കാര്യം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രെയിൻ എന്ത് ചെയ്യും, അത് ആക്റ്റീവായിട്ട് മാറാനായിട്ട് തുടങ്ങും. അപ്പം നിങ്ങളിത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള നിങ്ങളുടെ ലൂപ്പിനെ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമുക്ക് ആ റിവാർഡ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടുന്ന ലൂപ്പിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അടുത്ത് നമുക്കിത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമുക്കൊരു പുതിയൊരു ശീലം തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം. കുറഞ്ഞ സമയം കൊണ്ട് തുടങ്ങുക. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും നിങ്ങൾ ഇതാക്കരുത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പോലും നിങ്ങൾ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് വീതം വീഡിയോ കാണുക. 5 മിനിറ്റ് വീതം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു കാര്യം പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പം താഴെ ഒരു 5 മിനിറ്റ് താഴെയുള്ള ഒരു സമയം നമ്മൾ എടുക്കുക, അതിനൊരു ശീലമായിട്ട് മാറ്റുക. അതായത് ഇപ്പം ഒരാളും ഞാൻ പറയണ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക, നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇതാക്കണം. അപ്പൊ 1 മണിക്കൂർ ജിമ്മിൽ പോയി നിന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് മാറ്റുക, അത് മതി. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് മാത്രമേ ഒരു കാര്യം നമുക്ക് ചെയ്തു തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമതായിട്ട് നമ്മുടെ എൻവയോൺമെന്റ് എല്ലാം ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പം ഒരു എക്സസൈസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ള എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ അതിനുള്ള ഡ്രസ്സോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൺമുമ്പിൽ കാണുകയോ ചെയ്യുക. അപ്പൊ നിങ്ങൾ റീഡിംഗ് ആണ് ഒരു ഹാബിറ്റാക്കി കൊണ്ടുവരണമെങ്കിൽ, വായന ശീലമാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ വായിക്കാൻ പോകുന്ന ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഹാബിറ്റ് സ്റ്റാക്കിങ്. അതായത് നമ്മളൊരു മറ്റൊരു ശീലവുമായിട്ട് ബന്ധിപ്പിക്കുക. അതായത് നമുക്കൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമ്മളിപ്പോൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ മെഡിറ്റേഷൻ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ പതുക്കെ എന്ത് ചെയ്യുക, മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളൊരു ശീലം വേറൊരു ശീലം, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു ശീലം വേറൊരു ശീലവുമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ശീലവും പുതുതായിട്ട് തുടങ്ങാമെന്ന ഒരു ശീലമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാക്ക് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു കോർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അത് നമ്മൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ ശീലങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ അടുത്ത വരുന്നത് നമ്മൾ എല്ലാവരും കുറെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ഈ കോഴ്സിൽ നിന്ന് നിങ്ങളൊരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു പെട്ടെന്ന് വരുന്നതല്ല.
പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് വരില്ല. എന്നാൽ സ്ഥിരതയോടെ, മനസ്സിലായിക്കൊള്ളുക, സ്ഥിരതയോടെ മുന്നോട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിലാണെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് ആണെങ്കിലും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിലാണെങ്കിലും മാറ്റങ്ങളുണ്ടാവും. ഇങ്ങനെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെ മാറ്റുകയാണ്. അപ്പൊ ആ ശീലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്താണ് ഹെൽത്ത് എന്നും എന്താണ് ഹാബിറ്റ് എന്നും ആ ഹാബിറ്റിന്റെ സ്റ്റേജ് അല്ലെങ്കിൽ ഹാബിറ്റ് ലൂപ്പ് എന്താണെന്നും എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നും അതെങ്ങനെ നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇനി അടുത്ത രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് അനാലിസിസ് വീഡിയോ ആണ്. ആ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ താങ്ക് യു സോ മച്ച്.